യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി പ്രഭാതത്തിൽ ഈശോയെ സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. ഗൃഹത്തിലൊരായിരം നാൾ ആഴ്വതേ കാലത്ര മോഹനം. വീശി ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. കണ്ണടച്ച് കൈകൾ കൂപ്പി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വെളിപാട് വചനങ്ങള് അങ്ങയുടെ വെളിപാട് വചനങ്ങള് ഗ്രഹിക്കുന്നതിന്
എൻ്റെ മനസ്സിനെ ഒരുക്കുകയും എന്റെ മനസ്സിനെ ഒരുക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ ഉടമ്പടി സങ്കീർണമായ ആത്മീയ സാധ്യതകള് സാക്ഷാത്കരിക്കാൻ എനിക്ക് പ്രത്യേക വരം നൽകണമേ. എന്റെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപയാൽ എന്നെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നീ മതി നിൻ കൃപ മതി നാഥാ നീ മതി നിൻ കൃപ മതി ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വാസ്തവത്തിൽ വലിയൊരു ഭാഗ്യമാണ് ഉടമ്പടി ധ്യാനം നേരിട്ട് വന്ന് കൂടുന്നത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ അധികം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കത്തില്ല. എൻ്റെ കാരണം ഇവിടെ വന്നാൽ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ അവർ കുർബാനയും ഇതുപോലെ തന്നെ കൂടാതെ പോകും. അതുകൊണ്ടാണ് ഞായറാഴ്ച ആൾക്കാർ വീട്ടിലിരിക്കില്ല എന്ന് വിചാരിക്കണേ. നിങ്ങൾക്ക് നന്ദി. പക്ഷേ നിങ്ങളെ ശ്രദ്ധിക്കണം, ഉടമ്പടി ധ്യാനം നേരിട്ട് കൂടുമ്പോൾ എൻ്റെ പവർ ഇരട്ടിയാണ്. അതനുസരിച്ച് നിങ്ങൾ നല്ല ബോധത്തോടുകൂടി ഇരിക്കണം. കാരണം നമ്മൾ ഉടമ്പടി എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആശയം തന്നെ നമ്മുടെ അല്ലല്ലോ. നമ്മൾ ചിന്തിച്ചതല്ല, ആലോചിച്ചതല്ല, കണ്ടുപിടിച്ചതല്ല. മറിച്ച് ദൈവത്തിൻ്റെ അനന്ത വിജ്ഞാനത്താൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ദൈവം തന്നതാണ്. അതെപ്പോഴും ഓർക്കണം. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് കൂടുതൽ നിലവാരമുള്ള അടയാളങ്ങൾ ലഭിക്കാൻ ദൈവം കണ്ടുപിടിച്ച സുവിശേഷ പദ്ധതിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇപ്പോൾ 500 ധ്യാനം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുതിയ കാര്യങ്ങളാണ് അച്ഛൻ പറയണത്, അല്ലാതെ പഴയ കാര്യങ്ങളൊന്നും പറയണില്ല. അത് മനഃപൂർവ്വം പറയാതിരിക്കണമല്ല. എല്ലാ ആഴ്ചയിലും ഈശോ പുതിയ പുതിയ സബ്ജക്റ്റുകൾ പറയും. ഉടമ്പടി അത്രയും ആഴമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ നിങ്ങളെ കുറ്റം പറയണില്ല. കാര്യം ഇന്നലെ ഒരു PhD ഡോക്ടറേറ്റ് എടുത്ത ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞാണ്. അവിടെ ഇന്ന് നമ്മളവരുടെ സാക്ഷ്യം എടുക്കുന്നുണ്ട് ധ്യാനത്തിന്. അവിടെ ഷീന ജോർജ് എന്ന് PhD ആണ്, ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. പക്ഷെ സാക്ഷ്യം പറഞ്ഞപ്പോഴെന്താ പറഞ്ഞതെന്നറിയാവോ? എനിക്ക് ഉടമ്പടി ക്ലാസ്സൊന്നും മനസ്സിലായില്ലെന്ന്. അപ്പം നിങ്ങളോട് കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെ അകത്ത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവത്തില്ല. ടെക്നിക്കാലിറ്റീസ് കൂടുതലാണ്, സാങ്കേതികത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം അണിമ എന്നും പറഞ്ഞ് അണിമ അടൂർ അങ്ങനെ ഒരു സാക്ഷ്യം കേട്ട് ഞാനപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അണിമ പറഞ്ഞ സാക്ഷ്യം, അണിമയ്ക്ക് കുറേ പ്രോബ്ലംസാണ്, അട്ടിക്കട്ടി പ്രോബ്ലംസ്. ചില സമയത്ത് തൊണ്ടയ്ക്ക് ക്യാൻസർ പോലെ മുഴ വരും, ചിലപ്പോൾ സ്ഥലം വാങ്ങേണ്ടി വരും, വാങ്ങാൻ നടന്നിട്ട് കിട്ടാതിരിക്കും, പിന്നെ വീട് വെക്കേണ്ടി വരും, ഇങ്ങനെ കുറേ പ്രോബ്ലംസ്. പക്ഷെ അണിമ ഉടമ്പടി എടുത്തിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ അണിമ ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാത്തത്, എൻ്റെ ഉടമ്പടിക്ക് ഒരു ഗ്രോത്ത് ഇല്ലാത്ത, റെസ്പോണ്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പം
അപ്പം ചില ആൾക്കാരൊക്കെ ദൈവത്തോട് വളരെ ഹൃദ്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യണവരാണ്. അങ്ങോട്ട് ചോദിക്കും. ഈ ചോദ്യങ്ങൾ കൂടി വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഉടമ്പടി സംസാരിച്ചില്ല പിന്നെ വേറെ ഒരു പ്രാർത്ഥനയിലും ദൈവം സംസാരിക്കത്തില്ല. അത്ര കണ്ട ആൾക്കാരോട് ദൈവം ഉടമ്പടിയിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും പിശാച് ആൾക്കാരോട് പറയുവേ ഉടമ്പടി എടുക്കേണ്ട വലിയ പാടാണ്, നമ്മൾക്ക് അത് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങൾ പിശാചിൻ്റെ കൺട്രോളിലാണെങ്കിൽ അറിയാൻ പറ്റും നമുക്ക്. കാരണം ഉടമ്പടി പോലെ ഉത്തുംഗമായ ഒരു ജീവിതം പെട്ടെന്ന് ദൈവം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾ പിശാചിൻ്റെ വീട്ടുതടങ്കലിലായിരിക്കും. ചില ആൾക്കാർ വീട്ടുതടങ്കൽ പിശാചിൻ്റെ വീട്ടുതടങ്കലിലായിരിക്കും, അവർ അറിയത്തില്ല. അപ്പം പിശാച് അവരെ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവരോടനെ പറയും, അയ്യോ ഉടമ്പടി വലിയ പാടല്ലേ, അത് ആലപ്പുഴ വരെ പോകണ്ടേ, കുറേ 4 മണിക്കൂറോ 3 മണിക്കൂറോ നിൽക്കണ്ടേ, ഇങ്ങനെ കണ്ടേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അവർ പിശാചിൻ്റെ വീട്ടു തടങ്കലിലാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകണം, അവരുടനെ മനസ്സിലാകണം, നിങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ട് ലക്ഷങ്ങളാണ് രക്ഷപ്പെട്ടത്. ലക്ഷങ്ങളാണേ. അത് വെറുതെ ഇങ്ങനെ അനുഗ്രഹം മേടിച്ച് സാക്ഷ്യം പറഞ്ഞു പോയതല്ലല്ലോ. അവരൊക്കെ അടിപൊളി സുവിശേഷ വേലക്കാരായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരായിട്ട് ജീവിക്കല്ലേ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടല്ലേ. ഉടമ്പടിയിലൂടെ ജ്വലിക്കുന്ന സുവിശേഷ സാക്ഷികളാക്കി ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരത്തിൽ പാടും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുവിൻ. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇതിനൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ചിലരൊക്കെ എല്ലാ ദിവസവും തന്നെ 1-2 പേരത് പറഞ്ഞ് കേൾക്കാം, ഞാൻ ഈ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന്. അതെന്താ കാര്യം അങ്ങനെ പറയണേ? ഞാൻ മരണം വരെ ഇനി ഉടമ്പടി ജീവിക്കുമെന്ന് പറയണ സ്വന്തമായിട്ട് അവരുടെ നിലപാട് അറിയിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അവർ ഉടമ്പടി എടുത്തിട്ട് അഭിഷേകമായിപ്പോയി. ദൈവം അവിടെ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഞാൻ ഡോക്ടറേറ്റ് എടുത്ത ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, അവരുടെ പേര് ഷീന ജോർജാണ്, പാലായിൽ നിന്ന്. അപ്പോൾ അവരുടെ ഷീനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീന PhD കൊണ്ട് കൊമേഴ്സിലാണ് തീസിസ്, അവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ, വാണിജ്യ ശാസ്ത്രത്തിൽ. അപ്പോൾ അവരുടെ ഗൈഡെന്ന് പറയുന്ന ഒരു അലവലാത് ഗൈഡാണ്. ചില ആൾക്കാരുണ്ടല്ലോ ജീവിതത്തിൽ അവർ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ബാക്കി എല്ലാവരെയും തോൽപ്പിക്കുവർ. സ്വന്തം ഭാര്യ വഴക്കിട്ട് പോയി, മക്കൾ പപ്പായെ ബഹുമാനിക്കണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതമില്ല, ഇനിയിപ്പോൾ വേറെ ആരും എന്നെക്കൊണ്ട് ജീവിതം ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കും. അതാണ് പ്രശ്നം. തടവറയെന്ന് പറയുന്നത് പിശാചിന് തടവറയും, എനിക്ക് ജീവിതമില്ല, ഇനിയിപ്പോൾ വേറെ ആരും എന്നെക്കൊണ്ടൊരു ജീവിതം ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കും. വെളിപാട് 2:10 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്
ചില പരീക്ഷണങ്ങളാണെങ്കിൽ പോലും ദൈവം ഡേറ്റ് ഇട്ടിട്ടുണ്ട്. 10 ദിവസം എന്നാണ് പറയുന്നത്. 11-ാം ദിവസം അത് ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ സഹനം വരുമ്പോൾ ദൈവം അതിൻ്റെ സമയം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ചുരുക്കിയിട്ടുണ്ടെന്ന്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ വചനമുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൽ ഘനമോർത്തിടുന്നു ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മത്തായി 24, 21, 22 തിരുവചനങ്ങൾ. മത്തായി 24, 21. എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇതൊരു ഓഫറാണ്. ശരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ 1 കൊല്ലമുള്ള സഹനം ദൈവം 10 ദിവസമായിട്ട് ചുരുക്കും. ഈ സമയ ചുരുക്കം ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ എന്താ? ദൈവത്തോട് അടുത്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 കൊല്ലമാണ് അതുകൊണ്ട് സഹിക്കേണ്ടി വരണമെന്നുണ്ടെങ്കിൽ ദൈവം അത് സമയം ക്ലിപ്തം ചെയ്യും. കാര്യം സമയത്തിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലായത് കാരണം നമ്മളെ ഇങ്ങനെ ഒടുക്കത്ത സഹനങ്ങളിലേക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സകലത്തിന്റെ സമയച്ചുരുക്കം പ്രാപിക്കാൻ നിന്റെ സന്നിധിയിൽ എന്നെ ചേർത്ത് നിർത്തണമേ. പ്രാർത്ഥനകളിലും സൽപ്രവൃത്തികളിലും ഉടമ്പടി ജീവിതത്തിലും എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൽ ഘനമോർത്തിടുന്നു ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൽ ഘനമോർത്തിടുന്നു ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെഞ്ചത്ത് വെച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. എന്റെ ഈശോയെ, എന്റെ ഉടമ്പടിയുടെ ഓരോ നിയോഗങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ നിയോഗങ്ങള് നിറവേറാത്തതിന്റെ കാരണം ഞാൻ എന്തുമാത്രം ക്ലേശിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്റെ സഹനത്തെ
സഹനത്തെ എന്റെ സഹനത്തിന് അങ്ങ് സമയച്ചുരുക്കം പ്രഖ്യാപിക്കണമേ. ഞാൻ അങ്ങയെ സാക്ഷിയായി ജീവിക്കട്ടെ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ദേവതാവേ നന്ദി, ദേവതാവേ മഹത്വം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതി കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതി കേൾക്കുന്നില്ലയോ? ഇസ്രായേൽ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, മറ്റ് പല ധ്യാന രൂപങ്ങളെക്കാളും ഈ ഉടമ്പടി ജീവിതം ഭയങ്കര ലളിതവും പക്ഷെ ഭയങ്കര ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ സന്തോഷിക്കണം. കാര്യം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ സോടതിയല്ലേ ചെയ്തിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ പണ്ട് പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ റിബൺ പോലുള്ള സാധനം കുത്തി വെച്ചിട്ട് നമ്മളോട് പറഞ്ഞില്ലേ പെൻസിലിന് കുത്താൻ പറയത്തില്ലേ. നമ്മൾ കുത്തി കഴിയുമ്പോൾ ഒന്നെങ്കിൽ പെൻസിൽ അതിൻ്റെ പുറത്താണെങ്കിൽ നമ്മുടെ കാശ് അവരെടുക്കും, അകത്താണെങ്കിൽ നമുക്ക് കാശ് കിട്ടും. പക്ഷെ ഒരിക്കലും അകത്ത് കുത്താൻ പറ്റത്തില്ലേ. അതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഉടമ്പടി അങ്ങനെ ഷോടതിയല്ല, ലക്കി സെൻറ്ററുമല്ല. ഇത് കറക്റ്റായിട്ട് നീ ചെയ്യണ ഉടമ്പടി ദൈവ സ്നേഹത്താലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ഉടമ്പടിയിൽ വരുന്നത്, നിങ്ങളെ ചിലരിങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. അത് നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ, അതിനാണ് ഞങ്ങളോട് സാക്ഷ്യം കേൾക്കണം എന്നൊക്കെ പറയണത്. എന്താ വെച്ചാൽ ചിലരിങ്ങനെ ചിന്തിച്ചാൽ മതി ഉടമ്പടി എടുക്കാമെന്ന്, അപ്പം തന്നെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും. ഓഫർ ലെറ്റർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്ഥലം നോക്കാൻ ആൾ വരുന്നു, പെട്ടെന്ന്. അപ്പം തന്നെ എൻ്റെ അർത്ഥം എന്താ, മാതാവിൻ്റെ പറഞ്ഞു നീ ഉടമ്പടി എടുക്കൂ എന്താ കാര്യം, നീ ഉടമ്പടി എടുത്താൽ രക്ഷപ്പെടും എന്ന് അമ്മ പറയണത്. നീ എടുത്താൽ രക്ഷപ്പെടും. എന്താ കാര്യം, നിനക്ക് വിശ്വസ്തത ഉണ്ടെന്ന്. അതാണ് വിഷയം. ഉടമ്പടി നമുക്കിത് സൂക്ഷിക്കേണ്ടതേ വിശ്വാസമല്ല, പിന്നെ എന്താണ്, വിശ്വസ്തത. അതാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അപ്പം തന്നെ ദൈവം ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യും. എന്താ, ദൈവത്തിന് ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ വിശ്വസ്തരാണ്. അതൊരു വലിയൊരു സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. കർത്താവേ, എനിക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് വിശ്വസ്തതയുടെ അരൂപി തരണം, എനിക്ക് നിൻ്റെ കൂടെ വിശ്വസ്തയോടെ ഈ ഉടമ്പടി ജീവിക്കണം. നിങ്ങളെന്താ പൊട്ടിപ്പെണ്ണുങ്ങളായ ചിലർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ദൈവമായിട്ടൊരു ടൈം ബൗണ്ട് വിശ്വസ്തത വെക്കും. എന്നുവെച്ചാൽ 3 മാസത്തേക്ക് വിശ്വസ്തത. നിങ്ങളെന്തെങ്കിലും ഒരു ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് അവർ ഉടമ്പടി ജീവിതമല്ലേ, ഭാര്യയും ഭർത്താവും ഉടമ്പടി ജീവിതമല്ലേ. അപ്പോൾ അവർ 3 മാസത്തേക്ക് വിശ്വസ്തത, 3 മാസം കഴിയുമ്പോൾ വേറെ ഭർത്താവിൻ്റെ അടുത്ത് പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് ഈ ഉടമ്പടി വരുന്ന വിഷയം. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അതാണ് വിഷയം. നമുക്കൊരു 3 മാസത്തേക്ക് വിശ്വസ്തത പറ്റത്തില്ല. അതെങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവുമായുള്ള റിലേഷനിൽ 3 മാസത്തേക്ക് ആദ്യത്തെ കൊച്ചുണ്ടാകണവരെ വിശ്വസ്തത, പിന്നത്തെ കൊച്ചൊന്നും അയാളതല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് അവിശ്വസ്തത എന്ന് പറയണത്. പക്ഷെ അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ മക്കളെന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു വല്ലതും തെറ്റ് ചെയ്യുക, പല അപൂർവം വരും. അറിയാതെ നീ ചെയ്യുന്ന സംഭവമൊക്കെ ആൾക്കാർ അറിയാതെയാണ് ചെയ്യണത്. അവിശ്വസ്തത കാണിക്കുന്നത് ബോധപൂർവം അല്ല, ശരിക്കും അറിയാതെ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണം. എന്ത് പറയണം? കർത്താവേ, എനിക്ക് ഇത്തിരി അവിശ്വസ്തതയൊക്കെ ഉള്ളതാ, അറിഞ്ഞുകൊണ്ടല്ല, പലതും അറിയാതെയാണ്. അപ്പം എന്നെ വിശ്വസ്തതയിൽ അങ്ങ് നിലനിർത്തണം. അത്രയേ ഉള്ള കാര്യം. അത് കൈകൂപ്പി പ്രാർത്ഥിച്ച്,
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ ജീവിതത്തിലെ അറിഞ്ഞും അറിയാതെയും കുറെ അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വിശ്വസ്തയോടെ അങ്ങയുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്നെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന ആരാധന. ദൈവദാവേ നന്ദി. ദൈവദാവേ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹത്തിൽക്കാൽ ലോകം നൽകിയിടും സ്നേഹത്തിൽക്കാൽ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മെറ്റീരിയൽ ബൗണ്ട് അല്ലാതിരിക്കാൻ നോക്കണം. മെറ്റീരിയൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസബദ്ധമല്ലാതിരിക്കാൻ നോക്കണം. മാംസബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയോഗബദ്ധമല്ലാതിരിക്കാൻ നോക്കണം. പിടികിട്ടിയ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉടമ്പടി ഒരിക്കലും നിയോഗബദ്ധമായിരിക്കുക. നിയോഗം അതിനകത്തുണ്ട്, പക്ഷെ നിയോഗബദ്ധമായിരിക്കരുത്. എന്നുവെച്ചാൽ നിയോഗം നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു ആധ്യാത്മിക പരിചരണമായിട്ട് നിങ്ങളിതിനെ റെഡ്യൂസ് ചെയ്യരുത്. അതിൻ്റെ കാരണം നിയോഗബദ്ധമായി കഴിഞ്ഞാൽ ഈശോ ഈ നിയോഗബദ്ധത്തിൽ ഈശോ എന്താ പറഞ്ഞറിയാമോ? ആത്മാവാണ് ജീവൻ നൽകണത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിയോഗബദ്ധമായി കഴിഞ്ഞാലുള്ള കുഴപ്പം ഈ നിയോഗം അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ വിഷയം പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അത് ബൈബിള് അതിനെ വിളിക്കുന്നത് ജഡമെന്നാണ് വിളിക്കുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പം പിന്നെന്താണ് ജഡം? മെറ്റീരിയലായിട്ടുള്ള വശം അതിനാണ് നിങ്ങൾ അവലംബിക്കണമെങ്കിൽ നിങ്ങൾക്കത് ഉപകരിക്കപ്പെടത്തില്ല. അതാണ് വിഷയം, ഉപകരിക്കപ്പെടത്തില്ല. അപ്പം നമ്മളിത് എന്തിനാണ് ഈ ബൈബിൾ അറിയണതിൻ്റെ കാര്യം എന്താണ്? നമുക്ക് ബൈബിൾ അറിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് ഈ ബൈബിൾ അറിയണത്. ഈശോ എന്താ പറഞ്ഞത്? ചിലപ്പോൾ വെട്ടൊക്കെ കിട്ടും, ഒറ്റ വെട്ടൊക്കെ ഉടമ്പടിയിലാണെങ്കിലും ചിലപ്പോൾ വെട്ടൊക്കെ കിട്ടുമെന്ന് പറയും. എന്തിനാണ് വെട്ട് കിട്ടണത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി അവനതിനെ വെട്ടി ഒരുക്കുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 15:2. യോഹന്നാൻ 15:2. എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഭയങ്കര വളരെ ശ്രദ്ധയോടുകൂടി നന്ദിപൂർവ്വം കേൾക്കേണ്ട വചനങ്ങളാണ്. നിങ്ങളെ പറ്റത്തില്ലെങ്കിൽ ദൈവം നിങ്ങളെ കളയും. പക്ഷെ നിങ്ങൾ കളയാതെ എപ്പോഴും നിങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ കളഞ്ഞിട്ടില്ലെന്ന് ഉറപ്പല്ലേ? ഈ വെളുപ്പാങ്കാലത്ത് കൊണ്ടുവന്ന് കർത്താവ് നിങ്ങളെ ഇവിടെ ഇരുത്തിയിട്ടില്ലേ? അപ്പോഴേ ദൈവം എന്നെ എലിമിനേറ്റ് ചെയ്തിട്ടില്ല. പിന്നെന്താണ്? ഇനി
ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് ചില്ലറ സഹനങ്ങളുണ്ടെങ്കിൽ ഈശോ നയം വ്യക്തമാക്കുന്നുണ്ട്. എന്തിനാണത്? നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും ചെറിയ സഹനങ്ങളിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ എന്തിനാണത്? കൂടുതൽ 15:2 എന്തിനാണ്? ഫലം തരുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. ഈ വെട്ടം കൊണ്ടിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് വരുവേ, അപ്പം ഞാൻ ചിരിക്കും. അപ്പോൾ അവർ എൻ്റെ സങ്കടം കണ്ടിട്ട് അച്ഛൻ ചിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയാം കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി വെട്ടം കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇനി ഒന്ന് ഒരു ബ്ലസ്സൊക്കെ ചെയ്ത് വിട്ടാൽ ആൾ ശരിയായിക്കൊള്ളും. അത്രേ ഉള്ളൂ കാര്യം. ചിലർക്ക് എന്തെങ്കിലും വെട്ട് കിട്ടുമ്പോൾ സന്തോഷം തോന്നും. എന്നുവെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെട്ട് കിട്ടുമ്പോൾ സന്തോഷം തോന്നത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഇവിടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തിരിക്കണം. വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറയണേ എപ്പോഴും കുടിയും അടിയൊക്കെ തന്നെയാണ്, സമാധാനം ഇല്ല കർത്താവേ, അതിനാണ് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, പിന്നെ പുള്ളി ഉച്ചക്ക് ഊണിന് പോലും വരാതെ. ഇത്രയും നേരം ഊണിനൊക്കെ വരുമായിരുന്നു. അടിപിടിയൊക്കെ ഉണ്ടെങ്കിൽ ഊണിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിച്ച് പുള്ളിയെ വിറപ്പിക്കാനും പാത്രത്തിന് അടിപിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇപ്പം ആ ചാൻസും പോയി. പുള്ളി കാണില്ല, വരണില്ല പുള്ളിക്ക്. അപ്പം കൂടുതൽ അപ്പോഴെന്താ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. ലില്ലിക്കുട്ടിയെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം നമ്മ തമ്മിലില്ല ഉടമ്പടി, നീ എന്നെ വിശ്വസിക്ക്. കർത്താവ് പണ്ട് ഒരു സ്ത്രീയോട് പറഞ്ഞില്ലേ, സ്ത്രീയെ എന്നെ വിശ്വസിക്കൂ എന്ന്. ഇവിടെ 4-ാം അധ്യായം യോഹന്നാൻ 4:21. യോഹന്നാൻ 4:21. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഇങ്ങനെ എന്നെ വിശ്വസിക്കുന്ന ആരും മനുഷ്യരാശിയോട് പറഞ്ഞിട്ടില്ല. എന്തുമാത്രം മതസ്ഥാപകരുണ്ട്, അവരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ. മതസ്ഥാപകരുടെ എണ്ണമൊന്നും ഞാൻ പറയില്ല, മറ്റു മതക്കാർക്ക് അത് ഒഫൻസാവും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു നിലപാട് തറയാണ് ഈശോ. പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ സങ്കടങ്ങളില് അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള ഉൾക്കാഴ്ച നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ എന്റെ വിശ്വാസ അവലംബങ്ങളെ ശക്തീകരിക്കണമേ. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഇപ്പം നമ്മുടെ ഉടമ്പടിയിലെ നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ 40 ഇടയ്ക്കിടയ്ക്ക് പറയും 40 കൊല്ലമായി എന്ന് പറയും, അല്ലേ ഇടയ്ക്ക് പറയും. അത് നമ്മളൊരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ അവലംബങ്ങളാണ് ശരിക്കും. 40 കൊല്ലം എന്ന് പറയുന്നത് നിസ്സാരമല്ല. 40 കൊല്ലവും ഞാൻ അൾത്താറിൽ തന്നെയാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. എല്ലാം കർത്താവിൻ്റെ കൂടെയാണ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മാതാവ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എൻ്റെ സഹോദരൻ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തകിടം മറിയുന്ന പ്രശ്നങ്ങളുണ്ടായാലും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്താ, ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ നിങ്ങളെ പറ്റിക്കുകയോ വ്യാമോഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ കുറച്ച് തരുന്ന മരുന്ന് ഇത്തിരി കട്ടിയുള്ള മരുന്നാണ്. ചില അത് നിങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ദൈവം നിങ്ങൾ വിശ്വാസത്തിലെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഡോസേജ് കൂട്ടിത്തരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധരാണെന്ന് ദൈവത്തിന് മനസ്സിലായ, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരയാനേ നേരം ഉണ്ടാകത്തുള്ളൂ. അത്രയ്ക്ക് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. അതായത് ഇപ്പം നിന്നെ എന്ത് വിധത്തിലാണ് രക്ഷിക്കണത് എങ്കിൽ എന്തുമാത്രം താഴേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമെന്നുള്ളതല്ലേ ഈ കുരിശുരൂപം കാണിക്കണത്. കൈയടിച്ച് ശ്രുതികട
ഈശോ എനിക്ക് വേണ്ടി ഇത്രത്തോളം ചെറുതായതിന് ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിൽ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തിൽ ആഴമാർന്ന മഹാത്യാഗത്തിൽ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശാസിക്കും ചില സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഇടയ്ക്ക് കാലിട്ട് നോക്കും, നീര് മാറിയാന്ന്. അപ്പോൾ നത്തും വന്നിട്ടും പറയും, എൻ്റെ കൊച്ചെ ഇതുകൊണ്ട് നീര് പുതിയ രോഗം ഉണ്ടാകും. ഹോമിയോയിലൊരു മരുന്നുണ്ട്, ഒരു ഡോക്ടറുണ്ട്, ചെന്നാൽ മതി. അപ്പം തന്നെ നീരിങ്ങനെ ഭം മനം പറഞ്ഞ് അപ്രത്യക്ഷമാകും. ഉടനെ നമ്മൾ ഉച്ചക്ക് ഹോമിയോ കഴിക്കും. അതാണ് ഞാൻ നിങ്ങളോട് ചൂടാകണത്. ഇത് അതായത് ഈ ഉടമ്പടി വന്നതിന് ശേഷം പിന്നീട് വേറെ നിങ്ങൾക്ക് ചഞ്ചരിപ്പുള്ളതുകൊണ്ടാണല്ലോ തോന്നണ പ്രാർത്ഥനകളൊക്കെ ചെല്ലണത്. അതാണ് വിഷയം. ഞാൻ അവരോടാ ചൂടാകണത്, അവരോട് വഴക്കുണ്ടായിട്ടല്ല. അതും കൊണ്ടും ശരിയാകത്തില്ല, ഇതും കൊണ്ടും ശരിയാകത്തില്ല. അവരിങ്ങനെ ഈ തെർമപ്പോൾ പോലെ ഒഴുകി നടക്കും. മറിച്ച് ദൈവമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു നിലപാടാണ്. പത്രോസൊക്കെ ഉണ്ടായ ഒരു നിലപാടില്ലേ? പത്രോസിനൊക്കെ ഈ അധികാരം കിട്ടാൻ കാര്യം എന്താണ്? കർത്താവ് വിശ്വസിച്ചിട്ടല്ലേ? അല്ലേ? ദൈവരാജ്യത്തെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞത് എന്താണ്? കർത്താവ് വിശ്വസിച്ച് പത്രോസിനെ. അതിൻ്റെ കാരണം പത്രോസിനെ കർത്താവ് വിശ്വസിക്കാൻ കാരണം എന്താ? കർത്താവ് ഒരു ഓപ്ഷൻ ഇട്ടപ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അതാണ് അദ്ദേഹം ആങ്കറിങ് കറക്റ്റായിരുന്നു. പത്രോസിൻ്റെ ആങ്കറിങ് കറക്റ്റായിരുന്നു. നിങ്ങളിങ്ങനെ പമ്മി തെന്നി ഓരോരോ പ്രാർത്ഥനാ രൂപങ്ങളിലേക്ക് പോകുന്നവരെ ദൈവം ഒരു കാലത്തും വിശ്വസിക്കത്തില്ല. കാര്യം എന്താണ്? പപ്പൂതിയാലും പരമൂതിയാലും ഒത്തുകെട്ടാൽ മതിയെന്നല്ലേ? അല്ലേ? എവിടെ എന്ത് പ്രാർത്ഥന ചെയ്താൽ എൻ്റെ മകളുടെ കല്യാണം നടക്കണമെന്നല്ലേ പ്രശ്നം? അത് ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. പപ്പൂതിയാലും പരമൂതിയാലും കുഴപ്പമില്ല, ഒത്തുകെട്ടാൽ മതി എന്ന് പറയത്തില്ലേ? അതുപോലെയാണ് ഏത് പ്രാർത്ഥനയിലും കുഴപ്പമില്ല, എൻ്റെ മകളുടെ കല്യാണം നടന്നാൽ മതി. അതിനെന്താ ഈശോ വിളിക്കുന്ന പേര്? ജഡം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഒന്നിനും ഉപകരിക്കത്തില്ല. അതാണ് അച്ഛൻ ശാസിക്കണത് നിങ്ങളെ. കർത്താവ് ദൈവമേ, ആത്മാവിന്റെ പ്രവർത്തനങ്ങളോട് സത്യസന്ധമായി ത്യാഗം സഹിച്ചോ ചേർന്ന് നിന്ന് ഉടമ്പടിയുടെ ജീവിതം ദൈവത്തിന് നിരക്കുന്നതായി കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ദൈവത്തിന് നിന്നെ രക്ഷിക്കണമെന്ന് തോന്നിയാൽ, നീ സത്യസന്ധയാണെന്ന് തോന്നിയാൽ, ഇപ്പം ഷീന ജോർജിൻ്റെ പ്രശ്നം എന്താ? അവർ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 5 കൊല്ലമായിട്ട് ഈ കൊമേഴ്സിൻ്റെ ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള തീസിസ് സമർപ്പിക്കുകയാണ്. അപ്പം 5 കൊല്ലമായിട്ട് ഒരു പുരോഗതിയില്ല അതിന്. എന്താ പുരോഗതി ഇല്ലാത്തത്? എന്താ? ഇവരുടെ ഗൈഡ് ഒന്ന് റിവ്യൂ ചെയ്ത്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ ഡോക്ടറേറ്റ് എടുക്കുന്നവർക്ക് ഗൈഡ് ഉണ്ടാവും, അവരുടെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടാവും, അവരാണ് ഇവരെ ഗൈഡ് ചെയ്യണത്. ഇപ്പോഴത്തെ പിള്ളേർ ഈ ഗൈഡുമാരുമായിട്ട് ഹൈലി ഇൻ്റലിജൻ്റ് ആയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഈ ഗൈഡിനേക്കാൾ ഇൻ്റലിജൻ്റാണ് ഈ കുട്ടികൾ. കാര്യം അവരൊരു തലമുറ ഒന്നോ രണ്ടോ തലമുറ കഴിഞ്ഞല്ലേ ഇവർ വരണത്. അപ്പോൾ മനുഷ്യരാശി മുന്നോട്ട് പോകും തോറും പുതിയ ബ്രെയിനീസൊക്കെ നല്ല ശക്തരായ ബ്രെയിനാണ്. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതിൻ്റെ മറുപറ അവർ ഇങ്ങോട്ട് പറയും. അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും.
അപ്പോൾ അങ്ങനെ വല്ല ഒഫൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈഗോ ഉള്ള ഗൈഡാണെങ്കിൽ പിന്നെ ഇവളൊരു കാലത്തും പൊങ്ങരുതെന്ന് വിചാരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കൊളാഷിൽ ചെന്ന് ചാടിയിരിക്കുകയായിരിക്കും ചിലപ്പോൾ. അയാൾ അനങ്ങണില്ല, അയാളൊരു റിവ്യൂ ചെയ്ത് കൊടുക്കണില്ല. റിവ്യൂ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 5 കൊല്ലം പോയി. 5 കൊല്ലം പോയപ്പോൾ എന്നാ പറ്റി, പിന്നെ ഒരു 3 കൊല്ലം കൂടിയേ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കാൻ അവർ അലോട്ട് ചെയ്യത്തുള്ളൂ. കാര്യം ഗവൺമെൻറ് സബ്സിഡി ഉള്ളതല്ലേ ഇതിന്. ഇപ്പോൾ ഗവൺമെൻറ്റും അങ്ങനെ കാശ് കൊടുക്കത്തില്ല. ഗൈഡിനൊക്കെ ഗവൺമെൻറ് കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗൈഡും ഒക്കെ വെച്ച് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കറന്നിട്ടേ വിടത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് കൂടുതൽ കാശുണ്ടാക്കാനേ അവർ നോക്കത്തുള്ളൂ. ഇവരില്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റൈപ്പൻഡ് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ ചെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇവരങ്ങനെ ചെന്ന് പെട്ടിരിക്കുകയാണ്. ഇവരൊരു നല്ല കത്തോലിക്ക സ്ത്രീയാണ്. അവർ കുടുംബത്തോടെ നല്ല അരുവിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ ചെന്ന് പെട്ടുപോയി. ഇപ്പോൾ 7ാം കൊല്ലമായിട്ട് കഴിഞ്ഞ്, ഇനി 1 കൊല്ലം കൊണ്ട് ചെയ്തില്ലെങ്കിൽ ഔട്ടാവും. 8ാം കൊല്ലം കഴിഞ്ഞത് തന്നെ. 8ാമത്തെ കൊല്ലത്തിലാണ് തീർന്ന്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഗവൺമെൻറ് റിജക്റ്റ് ചെയ്യും. 8 കൊല്ലം കൊണ്ട് ഡോക്ടറേറ്റ് എടുത്തില്ലെങ്കിൽ ആ ആളെ ഉൾപ്പെടെ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് അതോടുകൂടി ഡിപ്രഷനായിപ്പോയി. അപ്പോൾ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, സങ്കടമാണ്, പ്രാർത്ഥിക്കത്തില്ല, ഇരിപ്പിൽ എഴുന്നേക്കത്തില്ല, കിടപ്പിൽ എഴുന്നേക്കത്തില്ല. ഇങ്ങനെ വല്ലാത്ത ജീവിതം കൈവിട്ടു പോയി. ഇതൊക്കെ എന്ത് പ്രൊഫൈൽ തിളങ്ങേണ്ട ആളാണ്. പെട്ടെന്ന് ജീവിതം ചെന്നൊരു ഇടയ്ക്ക് പോയി ചേടി ജീവിതം തീർന്നപ്പോൾ ഇവളുടെ മനസ്സിൽ മാതാവ്, ഇതാണ് നമ്മുടെ സഞ്ചാരി മാതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിളിക്കും, എന്ത് നോൺസെൻസൊക്കെയാണ് ഈ ആൾക്കാർ പറയണത്. സഞ്ചാരി മാതാവിന് വേറെ പണിയൊന്നുമില്ലേ. അറിയാൻ പാടില്ലാത്തവർ പറയും. കൃപാസനത്തിന് എന്തുകൊണ്ടാണ് ഒത്തിരിയേറെ എതിർ വീഡിയോ ഉണ്ടാകണ കാര്യം എന്താണ്? നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഇത്രയും ആൾക്കാരിരിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 200 വീഡിയോ എങ്കിലും നമുക്കെതിരെ ഉണ്ട് അല്ലേ? ഓരോ കാര്യത്തിനും വീഡിയോ എതിരാണ്. കാര്യം വീഡിയോയുടെ കാലം അതുകൊണ്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കൃപാസം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കയറി നോക്കും. അങ്ങനെ അവർക്ക് റീച്ച് കിട്ടും, അതുപോലെ തന്നെ അവർക്ക് പൈസ കിട്ടും യൂട്യൂബിൽ നിന്ന്. അത് കാരണം നമ്മളവരെ ഓരോരോ വിഷയത്തിന് എങ്ങനെ ഓരോ തിന്മകൾ അടിച്ചേൽപ്പിക്കാൻ പറ്റും. അവരിവിടെ വരത്തുമില്ല, അവർക്കിത് മനസ്സിലാകത്തുമില്ല. കേൾവിയെന്നവർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പുതിയ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഇവിടെ ആൾക്കാരിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോണതിൻ്റെ കാരണം എന്താ? കേരളത്തിൽ ഇതുപോലെ നോക്കിയേ എന്തുമാത്രം ധ്യാനപുരുക്കന്മാരുണ്ട്. അവർക്കെതിരെ വല്ല വീഡിയോ ഉണ്ടാ? ഒരു വീഡിയോ ഇല്ല. ആർക്കെതിരെ ഇല്ല, നമ്മൾക്കെതിരെ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ അത് 100 കണക്കിന് എതിർ വീഡിയോ അല്ലേ. എന്നിട്ടും കൃപാസനത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് പോണ എന്താ കാര്യം? എന്നോട് അമ്മ പറഞ്ഞത്, നീ പ്രത്യക്ഷീകരണം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട, നിൻ്റെ സബ്ജക്റ്റ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നീ ജനങ്ങളോട് സംസാരിക്കണം. എന്നിട്ട് ഉടമ്പടി എടുക്കുന്നവരെ, ഇപ്പോൾ ഉടമ്പടി ഒരു 100 പേരെടുത്ത പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് 10 പേരെ നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് വിഷയം. എന്താ കാര്യം? ഈ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവർക്ക് അവരുടെ IELTS അല്ലെങ്കിൽ ജപ്തി നടപടിയ അല്ലെങ്കിൽ അവരുടെ രോഗമൊക്കെ അതിന് സമാധാനം ഉണ്ടാകുന്നുണ്ടെന്നേ അവർ നോക്കത്തുള്ളൂ. അവരമ്മയുടെ പ്രത്യക്ഷീകരണം നോക്കത്തില്ല. അതിൻ്റെ അകത്ത് ഈ 100 10 പേര് ഇതിൻ്റെ കറക്റ്റ് ന്യൂക്ലിയസേ വരും. എന്താണ്? പ്രത്യക്ഷീകരണത്തെ നോക്കും. അവർക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവോട് പറയും, മകളെ ഇത് നിന്നെ ഇവിടെ കൊണ്ടുവന്നതേ നിൻ്റെ സ്ഥലം വിറ്റുമാറ്റാനൊന്നും അല്ല. ഇത് ഞാൻ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 2004 പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തം ഉണ്ടാകാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദേശം സഭയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് നിന്നെ കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോഴവർ ഉടനെ പ്രാർത്ഥിക്കും, മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അത് 10 പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബാക്കി എല്ലാവരും അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, ജോലി, വീട്, വിവാഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനകത്തൊരു 10 പേരെ മാത്രമേ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ളൂ. പക്ഷെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ, അവർക്ക് ഈ പത്രം കൊടുപ്പും ഈ ആശുപത്രിയിൽ പോകണതും ആതുരാലയങ്ങളിൽ പോയി അവരുടെ മലവും മൂത്രമൊക്കെ വീണ ഉടുപ്പ് കഴുകണതും
കഴുകി ഉണക്കി വൈകുന്നേരം തേച്ച് അവിടെ താമസിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിനകത്ത് സന്തോഷം ഉണ്ടാവും അവർക്ക്. അതിന് അനോയിൻറ്റിങ് അഭിഷേകം കിട്ടും. എന്നുവെച്ചാൽ അവർക്ക് നമുക്ക് അറപ്പ് തോന്നുന്നത് വീട്ടിലെ കാര്യം പോലും നമ്മൾ ചെയ്യാത്തതാണ്, അമ്മയെ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവർ പുറത്തിറങ്ങിയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാവില്ല, ഈ ഡയപ്പറൊക്കെ കെട്ടണത് ചില ഈ ആതുരാലയങ്ങളൊക്കെ ഡയപ്പർ കെട്ടണത്, ആ ഡയപ്പറൊക്കെ അഴിക്കണത് 12 മണിക്കൊക്കെയാണ് അഴിക്കണത്. ആരും ഇല്ല അഴിക്കാൻ. 2 പേരുണ്ടാവും അവിടെ ജോലിക്ക്. ആ ജോലി ചെയ്ത് ഓരോരുത്തരെ കുളിപ്പിച്ചൊക്കെ അവസാനത്തെ പേഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഡയപ്പറെ എല്ലാം സാധിച്ച് കിടക്കിയിരിക്കും. അപ്പോൾ വീട്ടിൽ പോലും ഒരു കാപ്പി ഇടാത്ത ആൾ അവിടെ പോയി ഡയപ്പർ അഴിക്കും. അപ്പോൾ എന്താ വിഷയം? അവർക്ക് അവിടെ ഉള്ളിലുണ്ട്, ഞാൻ ഇതുവഴി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകണമെന്നാണ്. അത് കണ്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് അനോയിൻറ്റിങ് കിട്ടും. അത് വീണ്ടും സന്തോഷത്തോടെ ചെയ്യാൻ, എങ്ങനെ അളിഞ്ഞ മോന്ത്യമായിട്ട് ഒപ്പിച്ചുണ്ടാക്കുന്നതിന് പകരം അത് കർത്താവാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചെയ്യാനുള്ള അനോയിൻറ്റിങ് കിട്ടും. ഇവരാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്ന് പറയുന്ന ആൾക്കാർ. അവർ അങ്ങനെ ഒരു പൊട്ടൻസി ഒരാൾക്കുണ്ടെങ്കിൽ അമ്മ ആദ്യമേ വർക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെ കൂടെ ഭയങ്കരമാണ് ഈ കർത്താവിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇങ്ങനെ അത്ഭുതം കാണിക്കണം എന്നല്ല പറയണത്, കർത്താവ് അവരോട് കൂടെ സഹകരിക്കണം എന്നാണ് പറയണത്. ഇതാണ് എൻ്റെ ടെക്നിക്ക്. കർത്താവ് അവരോടുകൂടെ സഹകരിക്കും. ആൾ നല്ലതാണെങ്കിൽ ദൈവം അവരോടുകൂടെ സഹകരിക്കും. ആളും പൊട്ടയാണെങ്കിൽ നീ നിൻ്റെ IELTS എടുത്ത് പഠിച്ച് കാനഡയിലോ അമേരിക്കയിലോ പോയിക്കോ, അതുവരെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചോളാം എന്ന് പറയും. കൂടത്തില്ല. കൂടാതെ പ്രസൻസാണ് കൂടണമെന്ന് പറയണത്. അത് ആൾ നല്ലതാണെങ്കിൽ കൂടുക, അതാണ് സഹകരിക്കണം എന്ന് പറയണത്. അങ്ങനെ വാക്കുണ്ട് ബൈബിളിൽ. ബൈബിൾ എടുത്തത് കർത്താവ് അവരോട് സഹകരിക്കുകയും. മർക്കോസ് 16:20. അത് ഭയങ്കര വാക്കാണത്. എന്താണ് മർക്കോസ് 16:20? അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞേ, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വരണം. എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കണം. കർത്താവ് കൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഉടനെ അറിയാൻ പറ്റും എന്താണ്, എല്ലാം ലൈറ്റ് വെയിറ്റ് ആകും. ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അകൃതം പിടിച്ച കാര്യങ്ങളാകാം. നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവിടെ തലതല്ലിപ്പറിക്കണവരേക്കും നമ്മൾ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് പോലും കിട്ടാതെ 12 മണിക്ക് നിന്നുകൊണ്ട് ഈ ഡയപ്പർ അഴിക്കുന്നവരെ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്താ കാര്യം? കർത്താവ് അവിടെ കൂടെ പ്രവർത്തിക്കുന്നു. അതാണ് വിഷയം. നിൻ്റെ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിനക്ക് തോന്നുന്ന ആ അനോയിൻറ്റിങ് പീരീഡിലാണ് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചെന്ന് പറയാൻ പറ്റണത്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, എനിക്ക് അങ്ങ് അന്നു വേണ്ട ആഹാരം പോലെ കൈനീട്ടി തന്നിരിക്കുന്ന അനുദിന സഹനങ്ങളെ നീ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമായി എന്റെ സങ്കടങ്ങളെ സങ്കട സാഹചര്യങ്ങളെ സന്തോഷത്തോടെ നേരിടാൻ എനിക്ക് സുവിശേഷത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അയടിച്ചോട്ടെ സന്തോഷത്തോടെ. സാരമില്ല സങ്കടങ്ങൾ മാറിപ്പോകും, ഈ വേദനകൾ മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനി. ആളുകൾ വേഗം മാറിപ്പോകാത്തൊരു വാഗ്ദത്തമുണ്ടേനി.
നല്ല നാളുകൾ വേഗം വരും. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഷീന ജോർജിന്റെ കൂടെ പ്രവർത്തിക്കാൻ കർത്താവ് തീരുമാനിച്ചു. മാതാവ് അപ്പോൾ അവൾ 8ാമത്തെ വർഷത്തിൽ പുറന്തള്ളാൻ പോവുകയാണ്. 8ാമത്തെ വർഷത്തിൽ ഡോക്ടറേറ്റിൽ നിന്ന് അവളെ റിജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവൾക്കൊരു മാർഗ്ഗമില്ല, അവൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവൾ ബേസിക്കായിട്ട് നല്ല ആളാണ്. ഇവൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നാൽ ഉടമ്പടി സത്യസന്ധമായിട്ട് നിറവേറ്റും. അപ്പോൾ അതുകൊണ്ട് ഷീന ജോർജിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ മാതാവ് തീരുമാനിച്ചു. മാതാവ് ഒരു ദിവസം അവളുടെ വീട്ടിൽ പോയി. അവളുടെ കൂട്ടുകാരത്തിൻ്റെ സ്വരത്തിൽ മാതാവ് അവളോട് ചോദിച്ചു, ഷീന നീ കൃപാസനത്തിലിട്ട് വരുന്നില്ലേ എന്ന് ചോദിച്ചു. കേൾക്കാൻ നല്ല രസമാണ് സാക്ഷ്യം കേൾക്കാൻ. അപ്പം ഷീന കൂട്ടുകാരത്തിൻ്റെ സ്വരം കേട്ടിട്ട് അവൾക്കറിയാം. ഇപ്പോൾ ഉടനെ അവളെ രാവിലെ എഴുന്നേറ്റിട്ട് അവളെ വിളിച്ച്, നീ കൃപാസനത്തിലേക്ക് എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു, നമ്മമ്മനെ കണ്ടിട്ട് കുറേ നാളായില്ല, ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങളവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനവിടെ പോയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരത്തി പറഞ്ഞ്, ഷീന നിനക്ക് കൃപാസനത്തിൽ പോകാൻ സമയമായേ, നിനക്ക് കൃപാസനത്തിൽ പോകാൻ അവൾക്ക് മനസ്സിലായി അമ്മയാണ് വിളിച്ചിട്ടുള്ളതെന്ന്. അത് നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഞെട്ടുകയാണ് ശരിക്കും. ദൈവം ഇന്ന് വരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇനി ഉടമ്പടി വഴി ചെയ്യണത്. അതെന്ന് വെച്ചാൽ അപ്പോൾ ഷീന ഒറ്റയ്ക്ക് ഇരുന്നതും പറഞ്ഞേ, ഇനിയിപ്പോൾ ഡിപ്രഷനൊക്കെ ആയി പോയില്ല, ഡോക്ടറേറ്റും പോയ കണ്ടീഷനായി. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഒന്ന് ആലപ്പുഴ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നല്ല തിരക്കാണ് എൻ്റെ ജോലി, നമ്മുടെ പാലായിൽ മാതാവുണ്ടല്ല, നീ അത് മാതാവിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൾക്കാരങ്ങനെയല്ല ചിന്തിക്കണേ, ആൾക്കാരങ്ങനെയല്ല ചിന്തിക്കണത്. നീ എന്തിൻ്റെ മാതാവിൻ്റെ കാര്യത്തിൽ കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത്? നമുക്ക് മാതാവുണ്ടല്ല, നമ്മൾ മാതാവിൽ നിന്ന് അകലെന്നുള്ള ആൾക്കാരല്ലല്ല. അപ്പോൾ നമ്മുടെ ഇടവക പള്ളി പോയി പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് വിളിച്ചെങ്കിലും അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെങ്കിലും മാതാവ് ഏതോ സമയത്ത് ഈ ഹസ്ബൻഡിനെ ഒന്ന് ഒരു നോട്ട് ചെയ്ത്, അവൾ പറയണത് ശരിയാ, മര്യാദക്ക് അവളുടെ കൂടെ പോകാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഇയാളുടെ മനസ്സ് മാറി. ഇയാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, ഞാൻ നിന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇവളെ കൊണ്ടുവന്നെങ്കിലും ഈ ക്ലാസ്സൊന്നും പുള്ളിക്ക് അത്ര കണ്ട് പിടിക്കണില്ല. കേൾക്കട്ടെ, പല കാര്യങ്ങളും മനസ്സാകുന്നില്ലെന്നാണ് പുള്ളി പറയണത്. മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നും അച്ഛൻ പറയാറില്ല, പുള്ളിയുടെ മാനസികാവസ്ഥ കൊണ്ട് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ലളിതവും സിമ്പിളായിട്ട് പറയണതാണ്. ഇനിയിപ്പോൾ ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറയണ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടും. കാര്യം എന്താ? രക്ഷപ്പെട്ടതിൻ്റെ ചരിത്രം നമ്മുടെ കയ്യിലുള്ളതാണ്, അല്ല പുതിയ ബോംബൊന്നും അല്ലല്ലോ ഇത്, ഇല്ലേ? എത്ര ചീഞ്ഞ് നാറിയ കേസുകളും അമ്മ എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണ്. ഇത്രയും ലോകത്ത് ഇത്രയും സാക്ഷ്യങ്ങളുള്ള ഒരു ധ്യാനകേന്ദ്രം കാണത്തില്ല ഈ കുറഞ്ഞ കാലം കൊണ്ട്. അത്രയും സാക്ഷ്യങ്ങളാണല്ലേ, ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ കിടക്കണേ. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് പാടല്ല, അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. അപ്പോൾ ഇത് എല്ലാം ചെയ്ത് അപ്പോൾ 8ാമത്തെ കൊല്ലമാണ്. 8ാമത്തെ കൊല്ലം ഈ ഉടമ്പടിയുടെ ഈ ഡോക്ടറേറ്റ് വിഷയം അത് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് മാതാവിൻ്റെ അടുത്തേക്ക് ഈ ഡോക്ടറേറ്റ് വിഷയം സമർപ്പിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ടതെന്ന് അറിയാമോ, ആ ഗൈഡും ആ സെക്ഷൻ ഓഫീസറും ആ പ്രിൻസിപ്പളും ഒക്കെ തന്നെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്, മാറ്റമൊന്നുമില്ല. ഇവരെ പറപ്പിക്കണം. ഇത്രയും നാൾ 8 കൊല്ലമായിട്ട് ഓരോ കാര്യത്തിനും. കാര്യം ഗൈഡ് ശരിയായില്ലെങ്കിൽ പിന്നെ ആരും ശരിയാകത്തില്ല. കാര്യം ഇവരുടെയൊക്കെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ എല്ലാം കഴിയണ്ടേ, ഗൈഡ് കൊടുത്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവർ അത് കറക്റ്റ് ചെയ്ത് കിട്ടാതെ ഇവരേക്ക് എന്ത് കിട്ടുമ്പോൾ ഇവർക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറപ്പിക്കും, അവിടെ ഇരിക്കുന്ന ആൾക്ക് സെക്ഷൻ ഓഫീസറൊക്കെ പറപ്പിക്കും. അപ്പം അങ്ങനെ എല്ലാവരും ഒരു തരം കണ്ടാമൃഗങ്ങളുടെ സ്വഭാവത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഡോക്ടറേറ്റ് തീസ് കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവളത് ഉടമ്പടിയിൽ ഈ വിഷയം സെറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ ഉടമ്പടി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓർക്കണമെന്ന് വെച്ചാൽ ഇവർ ബേസിക്കായിട്ട് ഗുഡ് ലേഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
വിശ്വാസ കാര്യങ്ങൾക്ക് അല്ല എന്ത് കാര്യങ്ങൾക്കും അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുന്ന ആളാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചില ആൾക്കാർ വവ്വാല് കടിച്ച പോലെയാണ് ഉടമ്പടി ചെയ്യണത്. ചില വവ്വാല കണ്ടിട്ടില്ലേ? ഞാൻ ഇവിടെ കുഞ്ഞുനാളിൽ തല്ലിത്തേക്ക എന്ന് പറഞ്ഞ് ഒരു സാധനം പെറുക്കാൻ പോവുമായിരുന്നു. 2 വയസ്സുള്ളപ്പോൾ ആ വീട്ടിൽ തല്ലിയുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ രാവിലെ ചെല്ലുമ്പോൾ കുറേ തല്ലിത്തേങ്ങ ഈ വവ്വാല് കടിച്ച് ഒരെണ്ണം പോലും അത് കടിച്ച് തിന്നത്തില്ല. എല്ലാം ഇങ്ങനെ കടിച്ച് വെക്കും. കുറേശ്ശെ കടിച്ച് അപ്പോൾ പുരുണ്ട് പിടിച്ച് താഴെ വീഴുന്നത്. ഇങ്ങനെയാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. എല്ലാത്തിനും കയറി കടിക്കും, ഒന്നും പൂർത്തിയാക്കത്തില്ല. ഇങ്ങനെ ഈ ജീവിതം തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എല്ലാം തുടങ്ങി വെക്കും, ഒന്നും പൂർത്തിയാക്കത്തില്ല. ഞാൻ പണ്ട് വവ്വാൽ ജന്മങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം തുടങ്ങി വെക്കും, ഒരു ബൂതിക്ക് എല്ലാം തുടങ്ങി വെക്കും, ഒന്നും പൂർത്തിയാക്കത്തില്ല. ആ ഒരു സെക്ഷൻസ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈ വവ്വാൽ സ്റ്റൈല് മാറ്റണം. നിങ്ങൾ പണ്ട് പോലെ ഇങ്ങനെ തോറ്റതിൻ്റെ നിങ്ങളൊരു തോറ്റ ജന്മമാകാൻ കാരണം നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് പകുതി കടിക്കും, പകുതി കളയും, ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ഈ സ്റ്റൈല് മാറ്റണം. എന്താണ്? ഇത് ഞാൻ മുങ്ങിയ എടുത്തോണ്ട് പൊങ്ങത്തോളാം എന്നുള്ള രീതിയിൽ നിലപാടെടുക്കണം. മനസ്സിലായില്ലേ? ഇത് ഞാൻ എന്താ കാര്യം? ഞാൻ പണ്ടെല്ലാം ഒറ്റക്കാണ് ചെയ്തത്. ഇപ്പം എൻ്റെ കൂടെ ചെയ്യാൻ എൻ്റെ ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് മാതാവ് ഇപ്പം ഈ ഇവളുടെ തീസിസ് വിഷയം, കാരണം നമ്മൾ നേരത്തെ 16-20 കണ്ട പോലെ കർത്താവ് അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ മാതാവ് ഇവളോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണ്? ആ പഴയ രജിസ്ട്രാർ അയാൾ തന്നെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കണത്. ആ സെക്ഷൻ ഓഫീസറും അത് തന്നെയാണ്. ഒരു കണ്ണടയും വെച്ച് ഇങ്ങനെ കറുത്തൂരിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അയാളുടെ കാണുമ്പോൾ തന്നെ പേടിച്ച് പോകുന്നതാണ് പറയണത്. അയാൾ ഒന്നും അമ്പിനും ബില്ലിനും അടുക്കാത്തൊരു പാർട്ടിയാണ്. അതിന് കൂടെ തന്നെയാണ് ഈ അസിസ്റ്റൻ്റ് രജിസ്ട്രാറും അതുപോലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ. അതെല്ലാം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ബേസിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ നമ്മുടെ വഴികളിൽ ഇങ്ങനെ വട്ടം കിടക്കുകയാണ്, ഒന്നും നടത്താതിരിക്കാൻ വേണ്ടി. അതിന് പറ്റിയൊരു ഗൈഡും. പക്ഷേ ഈ 3 ഭീകരന്മാരും കൂടി ഇതിൻ്റെ ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടാക്കുകയാണ്. 8 കൊല്ലം പോയി. ഇപ്പം എന്നാ പറ്റി? അമ്മ നേരിട്ട് ഈ തീസിസ് എടുക്കുകയാണ്. അമ്മ ഇവിടെ നിങ്ങൾക്ക് തമാശ തോന്നുക. നിങ്ങളിങ്ങനെ ബുദ്ധിയും ബോധവും ഇല്ലാതെ ചില പിള്ളേരെ പോലെ അവിടെ ഇവിടെയും വായിട്ട് നോക്കി വന്ന് കൊണ്ടുവന്ന് കെട്ടിത്താത്തുന്ന പോലെയല്ല. ചില ആൾക്കാരൊക്കെ ഉടമ്പടി ചെയ്യുമ്പം തന്നെ ഞാനിവിടെ നിൽക്കും. അപ്പം ഞാൻ പറയും, അത് ശരിയായി, അതാണ് ഉടമ്പടി. എന്നതാ കാര്യം? അവരാ നെഞ്ചത്ത് വെച്ച് കുറച്ച് നേരം ഇത് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിട്ടതിന് ശേഷം മാതാവിൻ്റെ മൂത്രം നോക്കും. എന്താ കാര്യം? ഉടമ്പടി ഏൽപ്പിക്കണം എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ഇടാൻ പറ്റും, ഏൽപ്പിക്കണ വേറെ വിഷയമാണ്. ഉടമ്പടി ഇടാൻ പറ്റും, പക്ഷെ ഏൽപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സേൽപ്പിക്കുകയാണ്. എനിക്ക് ചെയ്യാവുന്നത് പോലെ ഞാൻ മനോഹരമായിട്ട് ഈ സംഭവം ചെയ്യും. ഞാൻ അവസാന സ്ഥലത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ. എനിക്ക് നീയേ ഉള്ളൂ. അപ്പോൾ എന്താ? അവർ മുങ്ങിയിരിക്കുകയാണ്. ഇനി എടുത്തോണ്ടേ പൊങ്ങത്തുള്ളവരെ നമുക്കറിയാവത്. അത് ഇവിടെ കാണുമ്പോൾ അമ്മ പറയും, എന്നോട് പറയാം നോക്കെന്ന് പറയും. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആളെ മനസ്സിലാവും. എന്താ? അവർ എത്രയും വേഗം സാക്ഷ്യം പറയുമെന്ന്. അതായത് ഉടമ്പടി ഇടണതും ഉടമ്പടി ഏൽപ്പിക്കണതും 2 സബ്ജക്റ്റാണത്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണ ഒരു വിഷയത്തിൽ ദൈവത്തിന് ഇപ്പം ഷീന അങ്ങനെ ഒരു സബ്ജക്റ്റാണ് വെച്ചാൽ ദൈവത്തിന് അവൾക്കറിയാം. പക്ഷേ ഉടമ്പടിയിലൂടെയുള്ള പുതിയ ദൈവിക ഇടപെടലിനെക്കുറിച്ച് അവൾക്കറിയത്തില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായത് ഇതെല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല അനുഷ്ഠാന ക്രിസ്ത്യാനി ആയിരിക്കാം,
പക്ഷെ ഒരു ആത്മീയ ക്രിസ്ത്യാനി ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ കണ്ടുന്നത് നിങ്ങളെല്ലാ ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അല്ലെങ്കിൽ പോകുന്ന നല്ല ഒരു കൾട്ടിക്കായിട്ടുള്ള ഒരു ക്രിസ്ത്യനായിരിക്കാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ ആകുമെന്നുള്ളത് വേറെ വിഷയമാണ്. കൾട്ടിക്കൊക്കെ നിങ്ങളെ സഹായിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ അതിനോട് അർത്ഥവത്തായിട്ട് സഹകരിക്കാത്ത കാരണം കൾട്ട് വേറെ ക്രിസ്ത്യൻ വേറെ ആയിട്ട് നിൽക്കുന്നതാണ് ചില സമയത്ത്. പക്ഷേ ഈ ഷീനയെ സംബന്ധിച്ചിടത്തോളം കൾട്ടല്ല. അവർ കൾട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത് യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ട്. അപ്പോൾ അവളെ കറക്റ്റ് കൊണ്ടുവന്ന് ആ കടലിലേക്ക്, ആ തുറമുഖമുള്ള കടലിലേക്ക് അവളുടെ കപ്പൽ അടുത്ത് വരുന്നതിനെക്കുറിച്ച് അവൾക്ക് നല്ല ബോധമുണ്ട്. ആ ചെയ്യണ കാര്യങ്ങളെല്ലാം ഭദ്രമായിട്ട് കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഇപ്പോൾ അണിമ ദൈവസ്നേഹത്തെ വെച്ചാലേ ഈശോ എന്താ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാവാണ് ജീവൻ നൽകണത്, ജഡം ഒന്നിനും. അപ്പം ഈ ജഡമെന്ന് പറഞ്ഞ സാധനത്തിന്, ജഡത്തിന് കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ജഡമാണെങ്കിൽ ഈ ഉടമ്പടി പോലും നിങ്ങൾക്ക് ഉപകരിക്കത്തില്ല. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ ജഡിക മനുഷ്യർ, ഇപ്പം ആ നിക്കോദേമോസിനോട് ഈശോ എന്താ പറയണത്? ആ 3:3 എടുത്ത യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഇത് നമ്മൾ 100 പ്രാവശ്യം വായിക്കുന്നതാണ്. എപ്പോഴും വായിക്കും, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല, കണ്ടില്ലെങ്കിൽ കാണണ്ട. ഇതാണ് ഈ വായിക്കുന്ന അണ്ണന്മാരുടെ എല്ലാത്തിനും മനസ്സിരിപ്പ്. കർത്താവ് വളരെ ചങ്കയെക്കൊണ്ട് പറയുന്ന സംഭവമാണിത്. എന്താണ്? വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, പറഞ്ഞേ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. അപ്പൊ നിക്കോദേമോസ് ചോദിച്ചു, എനിക്ക് തന്നെ ഇപ്പൊ പൈസ 10-70 പ്രായമായി, എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ചിട്ട് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പൊ ഈശോ പറഞ്ഞു, എടാ പൊട്ട, നീ ഇസ്രായേലിലെ റബ്ബിയല്ലേ, നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ചുമ്മാ വേഷം കെട്ടി അടയ്ക്കണമെന്ന് ചോദിക്കണേ. ഇയാളുടെ കയ്യിൽ ഈ പരിചയന്മാരുടെ കുറേ വേഷങ്ങളുണ്ടല്ലോ. അവർ മുകളിൽ ഒരു കെട്ടും, പിന്നെ അവരുടെ അംഗവസ്ത്രങ്ങൾ, പല പരിപാടികളുണ്ട്. അവരുടെ നിശ്ചിതമായ ആത്മീയ ജീവിതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തെയും അവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ വേഷങ്ങളുണ്ട്. അപ്പോൾ ഈശോ പറയും, വേഷമാണല്ലേ? നിക്കോദേമോസിനോട് ചോദിക്കും, വേഷമാണല്ലേ? നീ ഇസ്രായേലിൻ്റെ റബ്ബിയല്ലേ, നീ കാര്യങ്ങളൊന്നും അറിയത്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ വേഷമാണല്ലേ? അതാണ് ആ ചോദ്യം. ആരോടും ചോദിക്കാം, എന്നോടും ചോദിക്കാം, ആരോടും ചോദിക്കാം. കർത്താവിൻ്റെ പേര് വേഷം കെട്ടിയിരിക്കണം, എല്ലാവരോടും ചോദിക്കാം, വേഷമാണല്ലേ? കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലേ? കാര്യം എന്താണ്? കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത വേഷമെടുത്തിട്ടിരിക്കണ ഒത്തിരി പേര് എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാവും. അത് തന്നെ നിക്കോദേമോസ് ചോദിക്കണത്, വേഷമാണല്ലേ, കാര്യങ്ങൾ അറിയത്തില്ലല്ലേ? ഇതിനെന്താ പറയണത്? ആത്മാവിലും ജനിക്കണത് ആത്മാവും, ജഡത്തിൽ നിന്ന് ജനിക്കണത് ജഡവുമാണ്. അപ്പം ജഡത്തിൽ നിന്നൊരിക്കലും ആത്മാവ് ഉണ്ടാകത്തില്ലെന്ന് വിഷയം. അപ്പം നിങ്ങൾ ജഡമാണെങ്കിലേ, ഇപ്പം അണിമയുടെ പ്രശ്നം എന്താ? അണിമ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ചുമ്മാ ജഡവാ. ചുമ്മാ ജഡമെന്ന് പറഞ്ഞാൽ എന്തറിയോ? ചുമ്മാ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ ഭയങ്കര രസമാണ്. അടിമ പറയണത്, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ അവനെ തിരിച്ച് പറഞ്ഞൊരു പരുവത്തിലാക്കാതെ ഞാൻ പോരത്തില്ലെന്ന് പറഞ്ഞു. അതാണ് അണിമ. അതാണ് ജഡമെന്ന് പറയണത്. അണിമ അടൂറിൻ്റെ സാക്ഷ്യം എന്താണ്? എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് മനസ്സ് സമാധാനം വരണവരെ ഞാൻ തിരിച്ച് പറഞ്ഞ് അവനെ പാകത്താക്കാതെ ഞാൻ പോരത്തില്ലെന്ന്. അതാണ് ജഡമെന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായ? ജഡമെന്ന് മനസ്സിലായ? അപ്പോഴ് എന്താ പ്രശ്നം? ആത്മാവാണ് ജീവൻ നൽകുന്ന, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പം നിൻ്റെ സ്വഭാവം ജഡമാണെങ്കിൽ ഈ ഉടമ്പടി ഉപകരിക്കത്തില്ല നിനക്ക്. അപ്പം അണിമ കർത്താവിനോട് പറഞ്ഞ്, കർത്താവ്, ഞാൻ ജഡവാ, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എന്താ പറ്റണത്? എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ലല്ല, നിനക്കെൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റണില്ലല്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് അണിമ ഈശോനോട് ചോദിക്കും ഉടമ്പടി എടുത്ത്. അപ്പം ഈശോ ഒരു കാര്യം കാണിച്ചു കൊടുക്കും. എന്താണ്?
അവളുടെ മെഴുകുതിരി ഉരുകി വീഴുമ്പോൾ ഒരു പ്രാവിനെ കാണിച്ചിട്ട് 4 എന്ന് എഴുതി കാണിക്കും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഉടമ്പടി പോലെ ഇതുപോലെ ദൈവം മനുഷ്യനോട് ഏത് മനുഷ്യനോടും സത്യസന്ധമായി ദൈവത്തെ തേടുന്നവർക്ക് ദൈവം പരമാർത്ഥ ഹൃദയർക്ക് ദൈവം സമീപസ്ഥനാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Take the word of God. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145 തിരുവചനം 18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവ സ്നേഹത്തോടെ ആരാധന. അണിമന്തി പരമാർത്ഥതയോടെയാണ് 145:18 അനുസരിച്ച് വിളിക്കുക. കർത്താവേ, എൻ്റെ കാര്യം ഒന്നും നടക്കണില്ല, എനിക്കെന്തിന് കുഴപ്പമുണ്ടോ? എന്താണ് എൻ്റെ പ്രശ്നം? ജഡം പലശൂന്യമായ പോലെ എല്ലാം പലശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടിയും പലശൂന്യമായി. അപ്പോൾ ഇവളുടെ ആത്മാർത്ഥത കാരണം കർത്താവ് എന്ത് ചെയ്ത് ഈ തിരി ഉരുക്കി വീഴുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരി ഉരുക്കി വീണ ഒരു പ്രാവിനെ പോലെ നിൽക്കുകയാണ് തിരി. എന്നിട്ട് 4 എന്ന് കാണിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞു ഈ ഹോളി സ്പിരിറ്റ് 4 എന്ന് അടിക്കാൻ പറഞ്ഞു. അവ ഗൂഗിൾ എടുത്തിട്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റാണല്ല പ്രാവ് കാണിക്കുമ്പോൾ. അപ്പോൾ അവൾക്ക് ആ ജ്ഞാനം കയറി തന്നെ വരവേണ്ടില്ലേ? അവൾ ജ്ഞാനം കയറിയിട്ട് പ്രാവിനെ കണ്ടപ്പോൾ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ്. എന്നിട്ട് ഗൂഗിളിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് 4 എന്ന് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ പറഞ്ഞ് ക്ഷമ എന്ന് പറഞ്ഞു. എന്താണ് ക്ഷമ? നിനക്ക് വേണ്ടത് എന്താ? നിനക്ക് ജഡമാണ്. ഈ ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമായിരിക്കും, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവ്. അപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ എടുത്തിട്ട് ആത്മാവും അത് ജീവനുമാണ് ഇല്ലേ? ജഡത്തിനെ സ്പിരിറ്റാക്കി മാറ്റാൻ ഡീമെറ്റീരിയലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിക്കോദേമോസിനോട്. മെറ്റീരിയൽ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. മെറ്റീരിയൽ ജഡം ഒന്നിനും ഉപകരിക്കണില്ല. ഈ ജഡത്ത് ഇവളൊരു ജഡമായിരുന്നു അണിമ. അണിമയോട് പറഞ്ഞു ഇതിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറഞ്ഞു. ഈ ജഡത്തിനെ ആത്മീയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ സഹിക്കുന്ന സ്നേഹമാണ്. ക്ഷമയെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇല്ല, അതൊരു കോമ്പൗണ്ടാണ്. അത് സഹിക്കുന്ന സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തിന് കുറച്ച് മുതൽ മുടക്കമുള്ള സ്നേഹമാണത്. എന്താണ്? നമുക്ക് കുറച്ച് സഹനം ആവശ്യപ്പെടുന്ന, ഇപ്പം ചിലരോട് നമ്മൾ തോറ്റ് കൊടുക്കേണ്ടി വരും. ചിലർ നമ്മളെ ചുമ്മാ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് കളയും. അപ്പം നമ്മൾ കുറഞ്ഞ പുള്ളിയല്ല, കൂടിയ പുള്ളിയാണ്, നീയാണ് കുറഞ്ഞ പുള്ളി എന്ന് പറയാൻ വേണ്ടിയാണ് തർക്കിക്കണത് അവരുമായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞ് തർക്കിക്കണ്ട എന്ന് പറയും. എന്താ? നിനക്ക് അവൻ്റെ അടുത്ത് ജയിക്കണ അതാ എൻ്റെ കൃപ വേണമെന്ന് ചോദിക്കും. അപ്പോൾ പരിശുദ്ധാത്മ പറയും പൊട്ടി അവൻ്റെ അടുത്ത് ജയിച്ചിട്ട് നിനക്കെന്താ? അവൻ പട്ടിക്കാട്ടവാ, നിനക്കെന്ത് കിട്ടാനാണ്? നീ കർത്താവിനെ കണ്ടെടുത്ത് വരാൻ പറയും. അപ്പോൾ അണിമ എന്ത് ചെയ്ത് അന്ന് പോലെ പിന്നെ ക്ഷമയിലെ ജീവിക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാ ക്ഷമ ജീവിക്കുക. ക്ഷമ ജീവിച്ച പ്രശ്നം എന്താ അറിയാമോ? ഇവളുടെ ക്ഷമ അഭ്യസിച്ച് കഴിഞ്ഞപ്പോൾ ജഡം മാറിയിട്ട് ആത്മാവിലേക്ക് വരികയാണ് അവൾ. അപ്പോൾ എന്നാ പറയുന്നത്? അവൾക്കൊരു പെട്ടെന്ന് ഇങ്ങനെ കഴുത്തേലൊരു ക്യാൻസർ പോലെ ഒരു മുഴ വന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് എന്നാ പറഞ്ഞു FNAC ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോൾ അവൾ പറഞ്ഞ് ഈശോ എന്നാ പറയണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കണ്ട് അച്ഛനെ അവിടെ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് വിട്ട്. പിന്നെ ഡോക്ടർ ചെന്ന് പോകുമ്പോൾ ഇത് എടി ആ മുഴ എന്തേന്ന് ചോദിച്ച്. നീ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്? ഞാൻ അമ്മയെടുത്ത് പോയെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. കാണാനില്ല, സാരം കാണാനില്ല, മുഴ കാണാനില്ല. അതാണ് വിഷയം. അതായത് നമ്മൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്ന് മക്കളെ ദൈവത്തിന് തോന്നണം. നിങ്ങൾക്ക് തോന്നിയാൽ പോരാ, ദൈവത്തിന് തോന്നണം. അപ്പം നമ്മൾ ജഡമല്ല ആത്മാവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് തോന്നിയാൽ എൻ്റെ മക്കൾ പിന്നെ തിരിച്ച് ജഡത്തിലോട്ട് വരരുത്. അതിനാണ് ഈശോ ബ്ലോക്കിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് ബ്ലോക്ക് ചെയ്യാൻ പറയും. ആ പ്രാർത്ഥന ഭയങ്കര ബ്ലോക്കിങ്ങാണ്. എന്താണ്? നമ്മൾ തിരിച്ച് ജഡത്തിലേക്ക് വരാതിരിക്കാനാണ് ഈശോ പറയണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ അത് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രലോഭനം ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പിന്നെയും പ്രലോഭനം വരേണ്ട കാര്യം നിങ്ങൾ പട്ടിക പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചിട്ടാണ്. 4, 3, 7 അങ്ങനെയാണ് ഈ സ്വർഗസ്ഥനായ ചൊല്ലിയിട്ടാണ് ഈ കുഴപ്പമുണ്ടാകണത്. മറിച്ച് നമ്മൾ കർത്താവേ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം, എനിക്ക് ജഡം വേണ്ട, എനിക്ക് അരുവി ജീവിക്കണം, നിന്നെ നയിക്കപ്പെടണം, നീ എൻ്റെ കൂടെ പ്രവർത്തിക്കണം. നമ്മളെ സഹപ്രവർത്തകർ മുന്നോട്ട് പോയി ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിനെ പോലെ പിതാവ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയതുപോലെ എനിക്കും എന്നെ ഏൽപ്പിച്ച ജോലി നിനക്ക് വേണ്ടി പൂർത്തിയാക്കണം. എന്നെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ ഷീന ജോർജിൻ്റെ അടുത്തേക്ക് പോയാൽ, ഷീന ജോർജ് ഇപ്പം കർത്താവ് അവരോട് സഹകരിക്കുകയാണ്. ആ സഹകരിക്കണ വീണ്ടും ഇവളുടെ ഷീന ജോർജിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവൾ കൃപാസനത്തിൽ വരാതെ ഇത്രയും പ്രശ്നം 8 കൊല്ലമായിട്ട് അത് നശിക്കാൻ പോകുമായിരുന്നു. ഏതെങ്കിലും കൃപാസനത്തിൽ വന്നില്ല. എന്താ കാരണം? കൃപാസനത്തിൽ ചില കാര്യങ്ങൾ ലോജിക്കല്ലെന്നാണ് അവൾ പറയണത്. പണ്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വരാതിരുന്ന കാര്യം ഇതാണ്. അവിടെ പറയുന്ന പല കാര്യങ്ങൾ ലോജിക്കല്ലെന്ന് പറഞ്ഞാൽ ആരാണ്? പിശാച് പരത്തിയ ഒരു കുപ്രചരണമാണ്. പത്രം തിന്നാൻ അച്ഛൻ പറഞ്ഞു വല്ലവരും പറയുക. സാധാരണ കോമൺ സെൻസുള്ള വല്ലവരും പറയുക പത്രം തിന്നാൻ. അപ്പോൾ അത് അടിച്ചേൽപ്പിച്ചതാണ്. നമുക്കെതിരെ അടിച്ചേൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ പിശാച് കർത്താവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി കാണിച്ചു. അപ്പോൾ ചില ആൾക്കാർ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്, കുറേ ആൾക്കാർ അതിനകത്ത് പെട്ടുപോയി. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ സാക്ഷ്യം പറയാനുള്ളവർ അവരുടെ ജീവിതകാലത്ത് ഇപ്പോൾ ഷീന പറയണത് ഇന്ന് ഞാൻ അമ്മയോട് കണ്ണീരോടെ മാപ്പ് ചോദിക്കുന്നു. 8 കൊല്ലം അമ്മയടുത്ത് വരാൻ കഴിയാതെ തെറ്റിദ്ധാരണയിൽ പെട്ടിട്ട് അമ്മയടുത്ത് വരാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ 8 കൊല്ലം മിസ്സായിപ്പോയി. കാലമാണല്ലോ പ്രശ്നം. കാലം നമ്മൾ ദൈവത്തെ അറിയാൻ ഓരോ സമയം താമസിക്കും തോറും അത്രയും ദൈവാനുഗ്രഹങ്ങളാണ് നമുക്ക് നടക്കുന്നത്. നിങ്ങൾക്കറിയില്ല, ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ടൈം ഈസ് ഗ്രേസ്. കൃപയെന്ന് പറയണത് അവശേഷിച്ച അതിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല. അവശേഷിച്ച സമയത്തെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നഷ്ടപ്പെട്ടത് പലപ്പോഴും ദൈവം നമ്മളോട് റീഫണ്ട് ചെയ്താൽ നന്നായി.
നമുക്കായിട്ട് റീഫണ്ട് ചെയ്യാൻ പറ്റിയ ഫോർമുല ഇന്ന് വരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പം നഷ്ടപ്പെട്ടത് ചിലപ്പോൾ നഷ്ടപ്പെട്ടതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് വന്നാൽ മെറ്റീരിയൽ ബേസ്ഡ് ആകരുത്. ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി തൽക്കാലമുള്ള നടപടിക്രമം പോലെ വരരുത്. അപ്പം മെറ്റീരിയൽ ബേസ്ഡാണ്, അത് ജഡമാണ്. മറിച്ച് ദൈവമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ചിലപ്പോൾ ദൈവം റീഫണ്ട് ചെയ്തെന്ന് വരും. ദൈവം പഴയത് കൂടി റീഫണ്ട് ചെയ്തെന്ന് വരും. നമുക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾക്ക് നേടാമായിരുന്ന കൃപ, എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതിയിരുന്ന കൃപ കർത്താവ് തിരിച്ചു തരാനുള്ള സാധ്യതയുണ്ട്. അത് കർത്താവിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോഴാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഇപ്പോഴും ഗൈഡ് ആ പഴയ അവസ്ഥ തന്നെ കിടക്കണാണ്. ഗൈഡിന് മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് ഷീന ഓർത്തത്, ഈ ഉപ്പിട്ട ആൾക്കാരെ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ PhD ഡോക്ടറിന് ഉപ്പിടാനൊക്കെ ഇത്തിരി പാടുണ്ട്. കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നേ, കുറച്ച് താഴെ വിശ്വാസ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ അവരോർക്കണേ കൂടുതൽക്കാരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതിന് ഉപ്പ് വെഞ്ചരിച്ച് കൊടുക്കണ്ടല്ലോ. അങ്ങനെ എന്താ പരിപാടിയാണെന്ന് വിചാരിക്കണേ. ഇതല്ലല്ലോ. ഉടമ്പടി ദൈവപ്രയോഗത്തിൻ്റെ വിശ്വാസ പ്രയോഗമാണ് ഉപ്പെന്ന് പറയണത്. അവൾക്കത് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഷീന പോണ സ്ഥലത്തെല്ലാം ഡെപ്യൂട്ടി തഹസിൽദാറിൻ്റെ അടുത്തും ഡെപ്യൂട്ടി ഓഫീസറിൻ്റെ അടുത്തും സെക്ഷൻ ഓഫീസറിൻ്റെ അടുത്തും ഗൈഡിൻ്റെ അടുത്തും എല്ലാം കൊണ്ടുപോയി ഉപ്പിടും. ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യും? വിശ്വാസ പ്രമാണം ചൊല്ലും. അപ്പോൾ അതോടുകൂടി ദൈവം ഇവിടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കത്തില്ലേ. ഗൈഡിന് വലിയ മാറ്റമൊന്നുമില്ല. ഈ ഫറവോ 9 ധ്യാനം കൂടി ആളാണേ. മോശ ഫറവോനെ 9 പ്രാവശ്യം ധ്യാനിപ്പിച്ചതാണ്. ആ 9ാമത്തെ പ്രാവശ്യവും അയാൾ അപ്പം കേൾക്കുമ്പോൾ യേശുവേ സ്തോത്രം എന്നൊക്കെ പറയും. മോശസ് പോയി കഴിയുമ്പോൾ പിന്നെ അയാളുടെ സൂത്രം കാണിക്കുക. അയാൾ അവസാനം കടലിൽ മുക്കി കൊന്നു കളഞ്ഞ്. ഈ കടലിൽ മുക്കി ദൈവം കൊല്ലാൻ വെച്ചിരിക്കുന്ന സാധനം മാനസാന്തരപ്പെടുത്തല്ല ഒരിക്കലും, ഉറപ്പല്ല. കടലിൽ മുക്കി ദൈവം കൊല്ലാൻ വെച്ചിരിക്കുന്ന സാധനം ഒരിക്കലും മാനസാന്തരപ്പെടുത്തില്ല. ഗൈഡിന് മാനസാന്തരം ഇല്ല. പക്ഷേ ഉപ്പിട്ട് അവൾ വിശ്വാസപ്രമാണം ജില്ല പോകുന്നു. പിന്നെ കൊണ്ടുവന്ന് സെക്ഷൻ ഓഫീസറിലിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. എന്താ കാര്യം? അത് ഉപ്പിട്ടതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നമ്മുടെ പ്രയോഗമാണത്. എൻ്റെ കഴിവല്ല ഇനി, ഞാൻ 8 കൊല്ലം ശ്രമിച്ചിട്ടൊന്നും നടന്നില്ലേ, ഇനി എല്ലാം നിൻ്റെ കൃപയെന്നാണ്. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് ആ പറിച്ചാമുണ്ടി കണ്ടാമൃഗം പോലെ ഇരിക്കുന്ന ഉദ്ദണ്ഡനായ കറുത്ത കണ്ണടയുള്ള കട്ടിക്കണ്ടക്കാരൻ. അയാളിങ്ങനെ പൂച്ചയെ പോലെ ഇരിക്കണം. എന്ത് വേണം മകളെന്ന് ചോദിച്ചു. ഒരു മനുഷ്യന്മാരുടെ മാറ്റമേ. അപ്പോൾ ഉടനെ സെൻ്റെ സാറേ 8 കൊല്ലമായി ഞാൻ നടക്കണില്ലേ. അപ്പോൾ പറഞ്ഞു, നീ സെക്ഷൻ ഓഫീസർ പറഞ്ഞ് നീ ഡെപ്യൂട്ടി രജിസ്ട്രാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ കണ്ട് ഈ 8 കൊല്ലമായിട്ട് മടുത്തൊരു കക്ഷിയാണ് അവിടെ ഇരിക്കണത്. പക്ഷെ അന്ന് ചെന്നപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാറിന് ആളിന് മാറ്റമില്ല. പക്ഷെ ആൾ നീല സാരി കൊടുത്താണ് ഇരിക്കണത്. അപ്പം തന്നെ മനസ്സിലായി അമ്മ കൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതാണ് അമ്മ കാണിക്കും, അടയാളം കാണിക്കും. അപ്പം ഡെപ്യൂട്ടി തഹസിൽദാർ രജിസ്ട്രാർ ചോദിച്ചു, എന്താ ശരിയായില്ലേ? പറഞ്ഞു, എനിക്ക് റിവ്യൂ കിട്ടിയിട്ടില്ല. 8 കൊല്ലമായിട്ട് നിങ്ങൾക്ക് റിവ്യൂ തന്നില്ലെന്ന് പറഞ്ഞ് ഇയാൾ ഉടനെ, ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉടനെ ഗൈഡിനെ വിളിച്ച്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ പറഞ്ഞ്, വാട്ട് നോൺസെൻസ്, വല്ലവരും ഇങ്ങനെ ചെയ്യും, ഇത് പ്രോട്ടോക്കോളല്ല. നമ്മൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരും ഗൈഡിനെ വിളിക്കാറില്ല. അപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ പറഞ്ഞു, നിങ്ങളുടെ പാട് ഇതൊക്കെ പറഞ്ഞു. ഡെപ്യൂട്ടി രജിസ്ട്രാർ നേരെ ഗൈഡിനെ വിളിച്ച്, നിങ്ങൾ എന്നാത്തിന് അവിടെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു. നിങ്ങൾ എന്നാത്തിന് അവിടെ ഇരിക്കുകയാണ്? 8 കൊല്ലമായി ജന്മം പാഴാകുകയാണ്, മര്യാദയ്ക്കൊക്കെ ഇയാളെ ചോദിച്ച് ഞാൻ പറഞ്ഞു. അപ്പം തന്നെ അയ്യോ മാടാന്നൊക്കെ പറഞ്ഞ് ഇവൾ എഴുന്നേറ്റ് പട്ടാങ്ങിയൊക്കെ പറഞ്ഞ്. പിന്നീട് പക്ഷേ ഇവൾ ചെല്ലുമ്പോൾ അയാൾ സ്വഭാവം കാണിക്കും. അവരോട് ഇയാൾ പൂച്ച പോലെ നിൽക്കുമോ? എന്നാലും ഒരു കണക്കിൽ പക്ഷേ മറ്റൊരു തലക്കി പിടിച്ചിരിക്കുന്ന കാരണം ഇയാളെല്ലാം ചെയ്ത് കൊടുക്കുകയാണ്.
എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് റിവ്യൂ കൊടുത്തു, അതുപോലെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു, 8 കോപ്പിയാക്കി എടുത്ത് എല്ലാം എടുത്തിട്ട് അയാളൊക്കെ ഒപ്പിട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ഒപ്പിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും പ്രശ്നം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇവരൊന്നും മിണ്ടാൻ പോയില്ലേ. പഴയ സ്വഭാവത്തിലാണെങ്കിൽ ഉണ്ടാകണമെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പറയത്തില്ല. ഇപ്പോൾ എന്താണ്, മെറ്റീരിയൽ മാറി ഡീമെറ്ററലൈസ് ചെയ്തിരിക്കുകയാണ്. എന്താ ക്ഷമയാ, അല്ല അവിടെ അമ്മ ഉണ്ടാകുമെന്നാണ് ഇവക്കറിയാം. അവിടെ അമ്മ ഉണ്ടാവും. ഇനി അതൊന്നും പറഞ്ഞില്ല ഇയാളോട്. ക്ഷമയോടെ പോന്ന് എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചതിന് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് 3-ാം ദിവസം, 1 കൊല്ലം വേണം പ്രസൻറ്റേഷൻ പ്രോസസ്സ്. 3-ാം ദിവസം പ്രസൻറ്റേഷൻ പ്രോസസ്സായപ്പോൾ രാത്രി ഞാൻ പ്രത്യക്ഷപ്പെട്ടെന്ന്. കൊള്ളാം, പരിപാടിയായി. അമ്മ എന്തും ചെയ്യും. അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ട് വന്നു 25-ാം തീയതി എല്ലാം തീരുകയാണ് കേട്ടാന്ന് പറഞ്ഞു. 25-ാം തീയതി. അപ്പോൾ അവൾ ഫെബ്രുവരി 25 തീർന്നില്ല. അതായത് നമ്മൾക്കൊരു ആശങ്ക ഉണ്ടെങ്കിൽ അമ്മ ഉടനെ നോട്ട് തരും, പ്രസൻസാണ് അമ്മ പറയും. പക്ഷെ മാർച്ച് 25-ാം തീയതി എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് പറഞ്ഞ ഡേറ്റിന് ഇവർക്ക് ഡോക്ടറേറ്റായി. അപ്പോൾ എന്താണ് ഈ അമ്മ ഇങ്ങനെ കൂടെ നടക്കുക മാത്രമല്ല, അമ്മ എന്താണ് ചെയ്തതെന്ന് നമുക്ക് ഇൻറ്റിമേഷൻ തരും. ഇങ്ങനെ ഉടമ്പടി അല്ലാതെ ഏത് തരം പ്രാർത്ഥനാ ജീവിതമുണ്ട് ലോകത്ത്? ഒരിടത്തില്ല. നിങ്ങൾക്ക് ഇത്തിരി പാടാണെന്ന് ഇപ്പോൾ ഇവിടെ ഈ ലോകം മുഴുവൻ റോഡ് പണി നടക്കുകയാണ്, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ. അത് കാരണം ചില ആൾക്കാർ പറയും അച്ഛാ ഇവിടെ വന്നാൽ പോകാൻ പാടല്ലേ അച്ഛാ എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഓർക്കണേ, ഈ കാലത്ത് കഷ്ടപ്പെട്ട് വരണതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഈ കാലം മനഃപൂർവ്വം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഈ കാലത്ത് കഷ്ടപ്പെട്ടാലും ശരി, വണ്ടി കാത്തു നിന്നാലും ശരി, ബ്ലോക്കിൽ പെട്ടായാലും ശരി, അമ്മയെടുത്ത് നിങ്ങൾ ഈസിയുള്ള ഒരു കാലത്തേക്ക് വരാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഈസി ആയെന്ന് വരത്തില്ല. പക്ഷേ ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ ബ്ലോക്കിൽ 2.5 മണിക്കൂറൊക്കെ കിടന്നിട്ടാണ്, പല ബ്ലോക്കിൽ 2-3 മണിക്കൂർ കിടന്നിട്ടല്ല ചിലർ വരണത്. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെയല്ല വരുന്നത്. എന്നാൽ അവർ വരണ എന്താ കാര്യം? ഈ കഷ്ടപ്പെട്ട കാലത്ത് കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകും. അത് ഈ ഒരു കാലമാണിത്. കാറ്റുള്ളപ്പോൾ തൂറ്റണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ
ഭരണരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്കായിരിക്കാം. നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ ആരാധനയിലൂടെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കാം. നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ആശ്രയം യേശുവത്രേ, സർവശക്തനായ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനായ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ഉറക്കെ പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനായ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് അയച്ചാഹാരം തരും, ആവശ്യങ്ങൾ എല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. അയച്ചാഹാരം തരും, ആവശ്യങ്ങൾ എല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. ആഹാരം തരും,
ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, കരങ്ങൾ ഉയർത്തി. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ശരിയ 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 ശരിയ. ഹല്ലേലൂയ. ഈശോയേ എൻ്റെ മക്കൾ അച്ഛനോട് ചേർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ, അമ്മയുടെ മധ്യസ്ഥത കഴിയാനൊക്കെ കഴിയണത് ദൈവത്തിൻ്റെ കൃപയാണ് മക്കളെ. ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, തളർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം എന്റെ ശിരസിൽ വെക്കണമേ. എന്റെ ശരീരത്തിന്റെ മുഴുവൻ രോഗങ്ങള്, വശങ്ങളുടെ രോഗങ്ങള്, അസ്ഥികളുടെ രോഗങ്ങള്, അസ്ഥികളുടെ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് ഈ നിമിഷം യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. നിന്നെ കേൾക്കാം എന്റെ പ്രാർത്ഥിക്ക്. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വിസ റിന്യൂ ചെയ്ത് കിട്ടാത്തവരെ, കടകമ്പോളങ്ങള്, കടത്തിലായി പോയവരെ, അനുദിന ജീവിതത്തിന് മാർഗമില്ലാത്തവരെ, പരീക്ഷ എഴുതിയവരെ, നല്ല റിസൾട്ട് കാത്തിരിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, വീടില്ലാത്തവരെ, രാത്രിക്ക് ഒരുങ്ങുന്നവരെ, ഓരോരോ കാര്യങ്ങളിൽ ജീവിതം കേസ് അകപ്പെട്ടവരെ, കുടുംബം തകർന്നവരെ, കുടുംബത്തിലെ പല ഭർത്താക്കന്മാരെ പിരിഞ്ഞു താമസിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, യേശുവിന്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാം, നിന്നെ കേൾക്കാം, നാദരുണ്ടിവിടെ ആരാധിച്ചിടാം. പലരും ഓഫീസിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്ലെയിൻ ബുക്ക് ചെയ്യണം, 26 റാലി, ജവമാല റാലി എന്നാണെന്ന് നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് പറയുകയാണ്. ഈ പ്രാവശ്യം 5 ശനിയാഴ്ചയില്ലേ,
അപ്പോൾ 5-ാമത്തെ ശനിയാഴ്ച അല്ല, ഒക്ടോബർ 24 അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഒക്ടോബർ 24 ശനിയാഴ്ച. അപ്പോൾ ഇന്ന് മുതൽ കലണ്ടർ എഴുതിയിട്ടിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. താങ്ക് യു. രണ്ടാമത്തത്, ഇപ്പോഴ് മാതാവിൻ്റെ ദിവസം വരാൻ പോവുകയാണ്, മെയ് മാസം. ഇപ്പം നിങ്ങളുടെ നിയോഗം ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം വീണ്ടും നിങ്ങൾക്ക് വണക്കമാസത്തിൽ വെക്കാവുന്നതാണ്. വണക്കമാസം നമ്മുടെ ഏപ്രിൽ 30 മുതൽ വണക്കമാസം ആരംഭിക്കും, മെയ് മാസം 31 വരെ. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ സർവ്വലോക കാലഘട്ടമാണ്. കൃപാസനത്തിൽ അമ്മ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ നിമിഷം ഈ ദിവസങ്ങളിലെല്ലാം കൃപാസനത്തോട് ചേർന്നും പറ്റുന്നവരൊക്കെ ഒന്ന് ഉടമ്പടി പുതുക്കിയും എടുക്കാനുള്ളവരൊക്കെ എടുത്തും ഈ മെയ് മാസത്തിന് വേണ്ടി നിങ്ങൾ അനുഗ്രഹത്തിനായി ഒരുങ്ങുക. അമ്മ നിങ്ങളെ കാത്തിരിക്കുകയാണ് അനുഗ്രഹിക്കാൻ വേണ്ടി. അങ്ങനെ അണമൊഴിയാത്ത അനുഗ്രഹങ്ങളുമായിട്ടല്ലേ നമ്മൾ അമ്മയുടെ ഒപ്പം യാത്ര ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അച്ഛനെ കാണാനുള്ളവരെ ഒരു തടസ്സവും അച്ഛനെ കാണാനില്ല. മെയ് 13 വരെ കഴിഞ്ഞാൽ എനിക്ക് 1-2 ദിവസം ഞാനിവിടെ ഇല്ല. മെയ് 13 കഴിഞ്ഞ് ഉടനെ 3 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വർഷം 2 ധ്യാനമൊക്കെ എടുക്കത്തുള്ളൂ, വിദേശ ധ്യാനങ്ങൾ. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും തന്നെ കൃപാസനത്തിലുണ്ട്. പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ ആൾക്കാരെ അച്ഛനെ കാണാൻ പറ്റത്തില്ല വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന മാന്യം കാണിക്കുക. ചില ആൾക്കാർ ദൈവത്തിനേക്കാൾ പ്രാധാന്യം ആവശ്യമില്ലാതെ അച്ഛനെ കാണുന്നതിന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഈടറവായിട്ട് മാറും. പക്ഷേ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, വിദ്യാർത്ഥികളെയും രോഗമുള്ളവരെയും ജീവിത പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെയും. അപ്പം നിങ്ങളെപ്പോഴും ഓർക്കുക, കൃപാസനത്തിൽ വരുമ്പോൾ എൻ്റെ മക്കൾ ആ ഉടമ്പടി പേപ്പർ കറക്റ്റായിരിക്കുന്ന മതി, വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പറയുന്ന വിഷയത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകണം, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ ഇന്നാണ് ഉടമ്പടി എടുത്തെങ്കിൽ പോലും കാണുന്നുണ്ടല്ലോ. പണ്ടൊക്കെ 3 പ്രാർത്ഥന കൂടി 6 മാസം കഴിയുമ്പോഴേക്കും ആൾക്കാരെ കാണുന്നത്. അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വിഷയം സീരിയസ് ആണെങ്കിൽ ഇന്ന് തന്നെ കാണുകയാണ്. പക്ഷേ എൻ്റെ പേപ്പർ കയ്യിലുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് ദിവ്യകാരുടെ നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും 2-ാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന
വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.